नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം 21-ാമത്തെ അധ്യായം. പൃഥുമഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 26 മുതൽ 30 വരെ വായിക്കാം. യൂയം തദനുമോധത്വം പിതൃദേവർഷയോ അമലാഃ കർത്തുശസ്തു അനുജ്ഞാതു തുല്യം യത് പ്രേത്യ തത്ഫലം. അസ്തി യജ്ഞപതിർനാമ കേഷാഞ്ചിത് അർഹസത്തമാഃ ഇഹാമുത്ര ച ലക്ഷ്യന്തേ ജ്യോത്സ്നാവത്യ ക്വചിത് ഭുവഃ. മനോരുത്ഥാനപാദസ്യ ധ്രുവസ്യാപി മഹീപതേ പ്രിയവ്രതസ്യ രാജർഷേ അംഗസ്യാസ്മത്പിതുഃ. ഈദൃശാനാമധാന്യേഷാം അജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാപി കൃത്യം അസ്തി ഗതാപൃഥാ. ദൗഹിത്രാദീൻ ഹൃദേ മൃത്യോ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണൈകാത്മ്യഹേതുനാ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജീവനി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സ്കന്ധം 4, അധ്യായം 21. പൃഥുമഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 26. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോ അമല കർത്തുശാസ്ത്രജ്ഞാതം തുല്യം യത് പ്രേത്യ തത്ഫലം. വിവർത്തനം. ശുദ്ധഹൃദയരായ ദേവന്മാരോടും പിതാമഹന്മാരോടും വിശുദ്ധ വ്യക്തികളോടും എന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു കർമ്മത്തിന്റെ ഫലം അത് ചെയ്യുന്നവനും ചെയ്യാൻ നിർദ്ദേശിക്കുന്നവനും സഹായിക്കുന്നവനും തുല്യമായി അനുഭവിക്കണം. ശ്ലോകം 27. അസ്തി യജ്ഞപതിർനാമ കേശാചിത് അർഹസത്തമാ ഇഹ അമുത്ര ച ലക്ഷ്യന്തേ ജ്യോത്സ്നാവത്യ ക്വചിത് ഭുവഃ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ബഹുമാന വനിതകളെ, പുരുഷന്മാരെ, ശാസ്ത്രങ്ങളുടെ ആധികാരികങ്ങളായ പ്രസ്താവനകൾ പ്രകാരം നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ ബലം നൽകുന്ന പരമോന്നതനായ ഒരു അധികാരിയുണ്ട്. അല്ലാത്ത പക്ഷം ഈ ജീവിതത്തിലും മരണാന്തര ജീവിതത്തിലും അസാധാരണ സൗന്ദര്യവും ശക്തിയുമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
ശ്ലോകം 28-29. മനോരുത്ഥാനപാദസ്യ ധ്രുവസ്യാപി മഹീപദേ പ്രിയവ്രതസ്യ രാജർഷേ അംഗസ്യാത്മദുഃഖിദുഃഖിതോ ഈദൃശാനം അത അന്യേഷാം അജസ്യാജാഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാവി കൃത്യമസ്തി ഗദാഭൃത. വിവർത്തനം. വേദങ്ങളിൽ നിന്നുള്ള തെളിവുകളാൽ മാത്രമല്ല വ്യക്തിത്വങ്ങളായിരുന്ന മനു, ഉത്ഥാനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, എന്റെ പിതാമഹൻ അങ്കൻ, അതുപോലെ തന്നെ പ്രഹ്ലാദ മഹാരാജാവിനെയും ബലി മഹാരാജാവിനെയും ദൃഷ്ടാന്തങ്ങളാക്കുകയും ഗദാധാരിയായ പരമോ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആസ്തികരായ മറ്റനേകം മഹത് വ്യക്തികളുടെയും സാധാരണ ജീവസത്തുക്കളുടെയും വ്യക്തിപരമായ പെരുമാറ്റങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നു. ശ്ലോകം 30. ദൗഹേത്രയാദീന്യതേ മൃത്യോ ശോച്യാൻ ധർമ്മ വിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണേ ഏക ആത്മഹേതുന. മൃത്യുവിന്റെ മൂർത്ത രൂപത്തിന്റെ പൗത്രനും അറപ്പുളവാക്കുന്നവനുമായിരുന്ന എന്റെ പിതാവ് വേനൻ ധാർമ്മിക പാതയിൽ പരിഭ്രാന്തനായിരുന്നെങ്കിലും ഈ ലോകത്തിൽ ധാർമ്മികതയുടെ അനുഗ്രഹങ്ങളും സാമ്പത്തിക പുരോഗതിയും ഇന്ദ്രിയ ചാരിതാർത്ഥ്യവും മോചനം അല്ലെങ്കിൽ സ്വർഗീയ ഗ്രഹങ്ങളിലേക്കുള്ള ഉയർത്തലും സാധ്യമാക്കി തരാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മുകളിൽ സൂചിപ്പിച്ചതുപോലുള്ള മഹാവ്യക്തിത്വങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ പൃഥുമഹാരാജാവ് അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു വലിയ മഹായാഗത്തിൽ, ആ യാഗത്തിന്റെ ആരംഭത്തിൽ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്താണ് യഥാർത്ഥ ധർമ്മം, എങ്ങനെയാണ് നമ്മൾ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്, അതിന്റെ പ്രയോജനം എന്താണ്, ധർമ്മം അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ, യജ്ഞത്തോടനുബന്ധിച്ച് ഒന്നിച്ചു കൂടിയിട്ടുള്ള ആ സമ്മേളനത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് അവിടുത്തെ ആ രാജ്യത്തെ ജനങ്ങൾ മാത്രമായിരുന്നില്ല, മറ്റു ഗ്രഹങ്ങളിൽ നിന്നുള്ള ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും മഹർഷിമാരും എല്ലാവരും പൃഥുമഹാരാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വലിയൊരു ഉന്നതമായിട്ടുള്ള സമ്മേളനമായിരുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്നും തൻ്റെ രാജ്യത്തിലുള്ള ജനങ്ങളും എല്ലാവരും ഒന്നിച്ചുകൂടിയ സമയത്ത് പൃഥുമഹാരാജാവ് ഒരു അവസരം ധാർമ്മിക നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു അവസരമാക്കി കണക്കാക്കി. അപ്പോൾ ജനങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടത് രാജാവിന്റെ ചുമതലയാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പൃഥുമഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾക്ക് അറിവ് നൽകിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജാവ് ജനങ്ങൾ വഴിപിഴച്ചു പോകുന്നതിന് ഉത്തരവാദിയാവുകയും ആ ജനങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പാപങ്ങൾക്കൊക്കെ ഉത്തരവാദിയാവുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യും എന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ താൻ രാജാവായിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ്, താൻ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഈ രാജ്യഭരണം നടത്തുന്നത്. സംസിദ്ധിർ ഹരിതോഷം, ഭഗവാൻ ഹരിയുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ രാജ്യഭരണം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ നിർദ്ദേശത്തെ പിന്തുടർന്ന് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കും. രാജാവ് എന്നുള്ള നിലയിൽ എന്റെ കടമ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്താണ്? നിങ്ങൾക്ക് ധർമ്മത്തിലേക്ക് ഉയരാൻ ആവശ്യമായിട്ടുള്ള ജോലികളിൽ നിങ്ങളെ ഏർപ്പെടുത്തുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലുകൾ നൽകുക,
നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുക എന്നുള്ളത് രാജാവ് എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ടതാണ്. അത് ഞാൻ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എല്ലാവരും എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വധർമ്മം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പൃഥു മഹാരാജാവ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും നാശമാണ്, അല്ലെങ്കിൽ എല്ലാവരും താഴോട്ടാണ് പോകുന്നത്. തനിക്കും യാതൊരു ഉയർച്ചയും ഉണ്ടാവുകയില്ല. നിങ്ങൾ എല്ലാവരും സ്വധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ എനിക്കും വേദങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ള ആ പരമപദത്തിലേക്ക് വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാവരും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പൃഥു മഹാരാജാവ് നിർദ്ദേശം നൽകി. അപ്പോൾ താൻ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവന എല്ലാവരും സ്വീകരിക്കണമെന്ന് പൃഥു മഹാരാജാവ് അതിനുശേഷം എല്ലാവരോടും അപേക്ഷിച്ചു. അതിന്റെ കാരണമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാവരും എൻ്റെ ഈ ഒരു നിർദ്ദേശം, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാവരും, രാജ്യത്തിലെ എല്ലാവരും, അല്ലെങ്കിൽ ഈ ഗ്രഹത്തിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു യജ്ഞമായിട്ട് പ്രവർത്തിക്കണം എന്നാണ് പൃഥു മഹാരാജാവ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്. സഹയജ്ഞ പ്രജാ സൃഷ്ട, 3-ാമത്തെ അധ്യായം. പുരോവാച പ്രജാപതി അനേന പ്രസവിശുദ്ധം യേശവോസ്തിഷ്ഠ കാമതുഗ്. നിങ്ങൾ എല്ലാവരും യജ്ഞം ചെയ്ത് പരസ്പരം സഹകരിച്ചുകൊണ്ട്, ദേവന്മാരും മനുഷ്യന്മാരും സിദ്ധന്മാരും മഹർഷിമാരും പുരോഹിതന്മാരും എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി യജ്ഞത്തിനായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഐശ്വര്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകും, എല്ലാവർക്കും വലിയ നേട്ടം ഉണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. അതിനായിട്ട് ദേവന്മാരും മഹർഷിമാരും മനുഷ്യന്മാരും എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം. യഥാർത്ഥത്തിൽ മനുഷ്യന്മാരാണ് യജ്ഞം ചെയ്യേണ്ടത്, ദേവന്മാർ അതിന് സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ പൃഥു മഹാരാജാവും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി യജ്ഞത്തിനായിട്ട് പ്രവർത്തിക്കണം. അതെല്ലാവരും ഈ ഒരു അപേക്ഷ കേൾക്കണം. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ ദേവന്മാരും അത് കേൾക്കണമെന്നാണ് 26-ാമത്തെ ശ്ലോകത്തിൽ. അത് ദയവായിട്ട് സ്വീകരിക്കണമെന്നാണ് പൃഥു മഹാരാജാവ് അപേക്ഷ രൂപത്തിൽ പറയുന്നത്. യൂയം തദനുമോദത്വം പിതൃദേവർഷയോ അമല കർത്തു ശസ്തു അനുജ്ഞാതു തുല്യം പ്രേത്യ തദ്ഫലം. കാരണം എന്താണ്? നിങ്ങൾ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആരാണോ യജ്ഞം നേരിട്ട് ചെയ്യുന്നത് ആ വ്യക്തിക്ക് മാത്രമല്ല അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നത്, അതിന് സഹകരിക്കുന്നവർക്കും. കർത്തു ശാസ്തു അനുജ്ഞാതു, ഇവർക്ക് എല്ലാവർക്കും ആ കർമ്മത്തിന്റെ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമല്ല അതിന്റെ ഫലം ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. കർത്തു ശാസ്തു അനുജ്ഞാൻ. ഒരു കർമ്മത്തിന് അത് നേരിട്ട് ചെയ്യുന്ന വ്യക്തി ഉണ്ടാകും, അതുപോലെ അത് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകും. ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകും. അതാണ് ശാസ്തു, നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തി. അനുജ്ഞാതവും, അതിന് സഹകരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകും. ആ പ്രവർത്തനത്തിന് സഹകരിക്കുന്ന പല രീതിയിൽ സഹായിക്കുന്ന വ്യക്തികളുണ്ടാകും. അവരാണ് അനുജ്ഞാതം. ഇവർക്കെല്ലാവർക്കും തുല്യഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. സമൂഹത്തിൽ ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കർത്താവും ഉണ്ടാവും, ശാസ്താവും ഉണ്ടാവും, അനുജ്ഞാതാവും ഉണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഫലം ലഭിക്കും. നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എല്ലാവരും ഉത്തരവാദികളാണ്. കാരണം അതിനെല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിക്കും അധാർമികമായിട്ടുള്ള പ്രവൃത്തിക്കും ഇത് ബാധകമാണ്. ഒരു വ്യക്തി ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തി, ഒരു യജ്ഞം ചെയ്യുകയാണെങ്കിൽ, നാമസങ്കീർത്തന യജ്ഞം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുന്ന വ്യക്തിക്ക് അതിന്റെ ഫലമുണ്ടാകും. അത് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തിക്കും അതിന്റെ അതേ ഫലമുണ്ടാകും. നിങ്ങളിങ്ങനെ ചെയ്യണം, നിങ്ങളിങ്ങനെ ഒരു നാമസങ്കീർത്തന പ്രോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന വ്യക്തിക്ക് അതിന്റെ ഫലമുണ്ട്, അത് ചെയ്യുന്ന വ്യക്തിക്ക്, നേരിട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിന്റെ ഫലമുണ്ട്, അതിനെ പല വിധത്തിൽ സഹായിക്കുന്ന വ്യക്തികൾക്കും അതേ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിന് പല രീതിയിൽ സഹായിച്ചു കഴിഞ്ഞാൽ, പിന്തുണച്ചു കഴിഞ്ഞാൽ അവർക്കും അതിന്റെ അതേ ഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പൃഥു മഹാരാജാവ് പറഞ്ഞത്, ഇവിടെ മനുഷ്യന്മാർ യജ്ഞം ചെയ്യുന്ന സമയത്ത് ദേവന്മാരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും അതിന് പിന്തുണയ്ക്കണം എന്നാണ്
പൃഥു മഹാരാജാവ് പറയുന്നത്. കർത്തു ശാസ്തു അനുജ്ഞ, കാരണം പിന്തുണയ്ക്കുന്നവർക്കും അതേ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തി അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നു, മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത് അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു ജീവിയെ കൊന്നു കഴിഞ്ഞാൽ ആ കൊല്ലുന്നവനും അതിന്റെ പാപഫലമുണ്ട്. അത് കൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തി, ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തിക്കും അതിന്റെ ഫലമുണ്ട്. അതിനുവേണ്ടി സഹകരിക്കുന്ന, അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിന്റെ ഫലം കിട്ടും എന്നാണ്. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാത്രമല്ല കർമ്മഫലം ലഭിക്കുന്നത്, സമൂഹത്തിലെ എല്ലാവരെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് പൃഥു മഹാരാജാവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കർമ്മങ്ങൾ എല്ലാവരും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഭഗവാനാണ് കർമ്മഫലം നൽകുന്ന വ്യക്തി എന്ന് 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അസ്തി യജ്ഞപതിർനാമ കേശാഞ്ചിത് അർഹ സത്തമ ഇഹാമുത്ര ചലക്ഷ്യന്തേ ജ്യോത്സ്നാവത്യ ക്വചിത് ഭുവ. ഒരു വ്യക്തിയുടെ കർമ്മത്തിന് യഥാർത്ഥ ഫലം നൽകുന്നത്, കർമ്മഫലം നൽകുന്നത് ഭഗവാനാണ്, മറ്റുള്ളവരല്ല. കാരണം എന്താണ്? ഒരു വ്യക്തിയുടെ എല്ലാ കർമ്മങ്ങളെയും നിരീക്ഷിക്കുന്ന വ്യക്തി, സാക്ഷിയായിട്ടുള്ള വ്യക്തി ഭഗവാനാണ്. ഭഗവാനാണ് ഒരാളുടെ എല്ലാ കർമ്മങ്ങളും കാണുന്നത്. മറ്റെല്ലാവരും ഒരു വ്യക്തിയുടെ എല്ലാ കർമ്മങ്ങളും കാണുന്നില്ല. ചില സമയത്ത് മാത്രമേ ചില വ്യക്തികൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയുള്ള സമയം അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നില്ല. സദാസമയം ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ കാണുന്ന സാക്ഷി ഭഗവാനാണ്. ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വ്യക്തി കർമ്മം ചെയ്യുന്നത് എന്നെല്ലാം വിശദമായിട്ട് അറിയുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫലം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് എന്നിവിടെ പൃഥു മഹാരാജാവ് പറയും. ശാസ്ത്രം അനുസരിച്ച് ഭഗവാനാണ് എല്ലാവർക്കും കർമ്മഫലം നൽകുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം ഭഗവാനാണ് എല്ലാം നോക്കി കാണുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിക്കുന്നത്? ജനിക്കുമ്പോൾ തന്നെ പലരും പല രീതിയിലാണ് ജനിക്കുന്നത്. ചില ആളുകൾ നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിൽ ജനിക്കുന്നു, ചില ആളുകൾ ദരിദ്രം അനുഭവിക്കുന്ന കുടുംബത്തിൽ ജനിക്കുന്നു, ചില ആളുകൾ സൗന്ദര്യമുള്ളവരായിട്ട് ജനിക്കുന്നു, ചില ആളുകൾ അംഗവൈകല്യത്തോടു കൂടി ജനിക്കുന്നു, ചില ആളുകൾ നല്ല ബുദ്ധിയോടുകൂടി ജനിക്കുന്നു, ചില ആളുകൾ ബുദ്ധി കുറഞ്ഞവരായിട്ട് ജനിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? കർമ്മസാക്ഷിയായിട്ട് ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു. ആ ഭഗവാനാണ് അവർക്ക് കർമ്മഫലമായിട്ട് അടുത്ത ജന്മങ്ങൾ, അടുത്ത ശരീരങ്ങൾ കൊടുക്കുന്നത് എന്നിവിടെ പൃഥു മഹാരാജാവ് എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത സാഹചര്യത്തിൽ ഓരോരുത്തരും ജനിക്കുന്നത്. ഭഗവാൻ എല്ലാം നോക്കിക്കാണുന്നുണ്ട് എന്നിവിടെ പൃഥു മഹാരാജാവ് ഉറപ്പിച്ചു പറയുകയാണ്. ഇത് നേരത്തെ തന്നെ കപില മഹർഷിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപത്തേ അല്ലെ, സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസാരേത കണാശ്രയം. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഓരോരുത്തർക്കും ഓരോരോ പുതിയ പുതിയ ശരീരങ്ങൾ കിട്ടുന്നത്. ഭഗവാൻ എല്ലാ കർമ്മഫലങ്ങളും നൽകുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പൃഥു മഹാരാജാവ് ശാസ്ത്രം അനുസരിച്ച് ഉറച്ചു വിശ്വസിക്കുന്നു. വേദങ്ങളിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതിനുശേഷം അത് മനസ്സിലാക്കി പ്രവർത്തിച്ചിട്ടുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങളെ കുറിച്ചും പൃഥു മഹാരാജാവ് പറഞ്ഞു. ശാസ്ത്രത്തിൽ പറഞ്ഞത് മാത്രമല്ല, ആ വിശ്വാസം അനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് വിജയിച്ചിട്ടുള്ള വ്യക്തികളുമുണ്ട്. ജ്ഞാനം തേഹം സവിജ്ഞാനം, ജ്ഞാനവുമുണ്ട്. ജ്ഞാനം എഴുതി വെച്ചിട്ടുള്ളതാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് വിജ്ഞാനം. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളവരുമുണ്ട് എന്ന് പൃഥു മഹാരാജാവ് ഉദാഹരണങ്ങൾ പറയുന്നു. തന്റെ പിതാമഹന്മാർ അവരെല്ലാവരും തന്നെ ഭഗവാനിൽ വിശ്വസിച്ച് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഭഗവാനാണ് കർമ്മഫലം നൽകുന്നത് എന്നുള്ള വിശ്വാസത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഞാനും അത് പിന്തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. അപ്പൊ ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരുടെ, തന്റെ പൂർവികരുടെ ഉദാഹരണങ്ങൾ ഇവിടെ പൃഥു മഹാരാജാവ് പറയുന്നുണ്ട്. മനോരുത്ഥാനപാദസ്യ ധ്രുവസ്യാഭി മഹീപദേ പ്രിയവ്രതസ്യ രാജർഷേ അംഗസ്യ അസ്മത് പിതു. മനു ഉത്ഥാനപാദൻ, ഇവരെ മനുവിന്റെ വംശത്തിൽ തന്നെയാണ്, ഉത്ഥാനപാദന്റെ വംശത്തിൽ തന്നെയാണ് പൃഥു മഹാരാജാവ് വന്നിട്ടുള്ളത്. തന്റെ പിതാമഹന്മാർ ഇവരെല്ലാവരും ഈ ഒരു വിശ്വാസത്തിൽ, ഈ ഒരു ധാരണയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഭഗവാൻ എന്റെ എല്ലാ പ്രവൃത്തികളും നോക്കിക്കാണുന്നുണ്ട്, എന്റെ പ്രവൃത്തികൾ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്
ചെയ്യേണ്ടത്. ഭഗവാനാണ് യഥാർത്ഥത്തിൽ കർമ്മഫലം നൽകുന്നത്. ഈ ഒരു ബോധ്യത്തിലാണ് ഇവരെല്ലാവരും പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. സ്വയംഭവ മനുവിന്റെ പുത്രനായിട്ടുള്ള ധ്രുവ മഹാരാജാവ്, ഇങ്ങനെയുള്ള രാജാക്കന്മാരെല്ലാവരും അവരും സാധാരണ വ്യക്തികളായിരുന്നില്ല. മഹീപതേ, അവരെല്ലാവരും വലിയ വലിയ ചക്രവർത്തിമാരായിരുന്നു. ഭൂമണ്ഡലം മുഴുവൻ ഭരിച്ചിരുന്ന വലിയ ചക്രവർത്തിമാരായിരുന്നു. അവരെല്ലാവരും ഭഗവാന് വേണ്ടിയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അതേപോലെ തന്നെയാണ് ഞാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രിയവ്രതസ്യ രാജർഷേ അംഗസ്യ അസ്മത് പിതു. പ്രിയവ്രതൻ, മനുവിന്റെ മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതൻ, ഇവരെല്ലാവരും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു. അതേപോലെ അംഗൻ, എന്റെ പിതാമഹനായിട്ടുള്ള അംഗരാജാവ്, വേനന്റെ പിതാവായിട്ടുള്ള അംഗരാജാവ്, ഇവരെല്ലാവരും പൂർണ്ണമായിട്ടും ഈശ്വരവിശ്വാസികളായിരുന്നു. അവരെല്ലാവരും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതേപോലെ മറ്റു മഹാജനങ്ങളും എന്ന് പറയും. ഈദൃശാം അധാ അന്യേഷാം അജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാഭി കൃത്യമസ്തി ഗതാഭൃത. എങ്ങനെ ഭഗവാനെ സമർപ്പണം ചെയ്ത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പൂർണ്ണമായിട്ടും അറിയുന്ന വ്യക്തികളാണ് പ്രഹ്ലാദ മഹാരാജാവ്, ബലി മഹാരാജാവ് തുടങ്ങിയ മഹാജനങ്ങൾ എന്ന് പറയും. മഹാജനങ്ങളാണ് നമ്മൾക്ക് മാതൃകയായിട്ടുള്ളത്. മഹാജനങ്ങളെ പിന്തുടരാനാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. ആ മഹാജനങ്ങൾ ആരൊക്കെയാണെന്ന് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. 12 മഹാജനങ്ങളാണ് ഭഗവാന്റെ തത്വം പൂർണ്ണമായിട്ടും അറിയുന്ന വ്യക്തികൾ, അല്ലെ? സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ, കപിലോ, മനു, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മോ, ബലിർ, വയ്യാസകിർവയം, ഇങ്ങനെ 12 പേര്. ബ്രഹ്മാവ്, മഹാദേവൻ, നാരദമുനി, മനു, കുമാരന്മാർ, പ്രഹ്ലാദ മഹാരാജാവ്, ബലി മഹാരാജാവ്, യമരാജാവ്, ഭീഷ്മർ, ജനകൻ, ശുകദേവ ഗോസ്വാമി, കപിലമുനി. ഇവരാണ് 12 മഹാജനങ്ങൾ. ഇവരെല്ലാവരും ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മഹാജനങ്ങളായിരുന്നു. അതേപോലെ എൻ്റെ മുൻഗാമികളും മനു തുടങ്ങിയിട്ടുള്ള ധ്രുവ മഹാരാജാവ്, ഉത്താനപാദൻ, ഇങ്ങനെയുള്ള വ്യക്തികളും ഇവരെല്ലാവരും ഈശ്വരവിശ്വാസികളായിരുന്നു. ഭഗവാന് വേണ്ടി പ്രവർത്തിച്ച് ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു. അവർ മറ്റാരെയും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നില്ല. കർമ്മഫലം ഭഗവാനിൽ നിന്ന് ലഭിക്കുമെന്നാണ് അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചത്. പക്ഷെ തന്റെ പിതാവ് അങ്ങനെ ആയിരുന്നില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ പൃഥു മഹാരാജാവ് പറയുന്നുണ്ട്. ദൗഹിത്രാദീൻ നൃദേ മൃത്യോ ശൗചാൻ ധർമ്മ വിമോഹിതാൻ. എന്റെ പിതാവ് അങ്ങനെ ആയിരുന്നില്ല. എന്റെ പിതാവ് ധർമ്മവിമോഹിതനായിരുന്നു. യഥാർത്ഥ ധർമ്മത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു വേനന്റെ പുത്രനായിട്ടാണ് പൃഥു മഹാരാജാവ് അവതരിക്കുന്നത്. അപ്പോൾ തന്റെ പിതാവ് അധാർമികനായിരുന്നു എന്ന് പൃഥു മഹാരാജാവ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നും പൃഥു മഹാരാജാവ് ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ എന്റെ അച്ഛൻ അങ്ങനെ ചെയ്തിരുന്നു, ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യും എന്ന് പൃഥു മഹാരാജാവ് ഒരിക്കലും പറയുന്നില്ല. എന്റെ അച്ഛൻ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞാനും അധാർമിക മാർഗത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്റെ അച്ഛൻ എന്താണോ ചെയ്തത് അതാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ ആളുകൾ അങ്ങനെ പറയാറുണ്ട്, എന്റെ അച്ഛനൊക്കെ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പൃഥു മഹാരാജാവ് ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. അച്ഛൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണ് എന്ന് തന്നെയാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. അച്ഛന്റെ മാർഗത്തിന് ഞാൻ ഒരിക്കലും പിന്തുടരുന്നില്ല. കാരണം അദ്ദേഹം ധർമ്മവിമോഹിതൻ, ധർമ്മത്തിന് വിപരീതമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എല്ലാ യജ്ഞങ്ങളും അദ്ദേഹം നിർത്തിവെച്ചു. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായി. ഇപ്പോൾ ജനങ്ങളൊക്കെ വലിയ പട്ടിണി അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിക്കൊടുത്തത് വീണ്ടും പൃഥു മഹാരാജാവാണ്. അതുകൊണ്ട് ആ പിതാവിന്റെ മാർഗത്തെ ഞാൻ പിന്തുടരുന്നില്ല. കാരണം പിതാവ് ഭഗവാനിൽ വിശ്വസിക്കുന്നില്ല. ഭഗവാനാണ് കർമ്മഫലം നൽകുന്നത് എന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അടുത്ത ജന്മത്തിലും അവർ വിശ്വസിക്കുന്നില്ല. കർമ്മഫലമൊക്കെ നമ്മുടെ കർമ്മം അനുസരിച്ച് നമ്മൾക്ക് കിട്ടും. ഭഗവാനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്മ ചെയ്താൽ മതി, നിങ്ങൾ നല്ലത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കർമ്മഫലം കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. അത് നിരീശ്വരവാദികളുടെ വിശ്വാസമാണ്. ഇന്നത്തെ കാലത്ത് മുഴുവൻ ഭൂരിപക്ഷം ആളുകളും വേനന്റെ പിന്തുടർച്ചക്കാരാണ് എന്നിവിടെ ശീലപ്രഭുപാദർ വിശദീകരിക്കുന്നത്. വേനന്റെ സിദ്ധാന്തമാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. നന്മ ചെയ്യുക, അതിന്റെ ഫലം അനുഭവിക്കുക, ഈശ്വരനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ പൃഥു മഹാരാജാവ് അത് അംഗീകരിച്ചില്ല. അദ്ദേഹം
യഥാർത്ഥ ധർമ്മമായിരുന്നില്ല ചെയ്തത് എന്ന് പൃഥു മഹാരാജാവിന് ഉത്തമമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. എൻ്റെ പിതൃപിതാമഹന്മാർ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അംഗീകരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പൃഥു മഹാരാജാവ് പറയുന്നു. ഇനി എങ്ങനെയാണ് ആ ഭഗവത് സേവനം, ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടത്, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നെല്ലാം വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പൃഥു മഹാരാജാവ് പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ അടുത്ത ദിവസം വഹിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ശിവരാമ പ്രഭു ജപിച്ചോ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ